ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കും. ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി സന്ദേശം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി സന്ദേശം. മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നായിരുന്നു ഭീഷണി കോൾ. ഫേസ്ബുക്കിൽ ഫോൺ നമ്പർ അടക്കം പങ്കുവച്ചാണ് ഭാഗ്യലക്ഷ്മി ഭീഷണിയുടെ കാര്യം അറിയിച്ചത്. ദിലീപിനെതിരെ സംസാരിച്ചതിനാണ് ഭീഷണിപ്പെടുത്തിയെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷം ഭാഗ്യലക്ഷ്മി സ്വീകരിച്ച നിലപാടുകളുടെ പേരിലാണ് ഭീഷണി. സിനിമാ മേഖലയിലെ തൊഴിലാളി സംഘടനയായ ഫെഫ്കയിൽ നിന്നും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരുന്നു. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തോട് വിയോജിച്ചാണ് രാജി. വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയും ഒപ്പം നിൽക്കില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. പ്രൊഡ്യൂസർ അസോസിയേഷനും ഫെഫ്കയും ദിലീപിന് പച്ചക്കൊടി കാട്ടിയിരുന്നു. താരസംഘടനയായ അമ്മയിൽ നിന്നും ദിലീപിന് അനുകൂല പ്രതികരണം ഉണ്ടായിരുന്നു. അതിജീവിത പരാതി കൊടുത്തില്ലെങ്കിൽ അടുത്ത ഇര മഞ്ജു വാര്യർ ആയിരുന്നേനെ എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. അടുത്ത ചുവട് മുന്നോട്ട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിജീവിത. അവൾ ഒരു തരി പോലും തളർന്നിട്ടില്ലെന്നും നിയമത്തിന്റെ ഏതറ്റം വരെയും പോകുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. 2 മണിക്കൂർ കാറിനുള്ളിൽ അനുഭവിച്ചതിനേക്കാൾ കൂടുതലാണ് കോടതി മുറിയിൽ അനുഭവിച്ചത്. അവളെ തളർത്താമെന്ന് കൊട്ടേഷൻ കൊടുത്തയാളും PR വർക്കുകാരും കരുതേണ്ടെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. വിധി വന്നതോടെ എല്ലാവർക്കും മനസ്സിലായി ഇയാൾ തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന്. വിധി പുറത്തു വന്നപ്പോൾ അയാൾ പറഞ്ഞത് മറ്റൊരു നടിയുടെ പേരാണ്. അത് തെറ്റ് ചെയ്തതുകൊണ്ടാണെന്നും ഈ വില്ലനിസം അയാൾ നിർത്തില്ലെന്നും ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. ഫോൺ കോൾ വന്ന മൊബൈൽ നമ്പർ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയതായും അവർ പറഞ്ഞു. 19 സെക്കൻഡുകൾ മാത്രമായിരുന്നു ഫോൺ കോൾ നീണ്ടത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ദിലീപായിരിക്കും. ഇപ്പോൾ നടക്കുന്നത് സൈബർ കൊട്ടേഷനാണെന്ന ആക്ഷേപവും ഭാഗ്യലക്ഷ്മി ഉന്നയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം സിനിമാ മേഖലയിൽ നിന്നും ശക്തമായി പ്രതികരിച്ച വ്യക്തി ഞാൻ മാത്രമാണ്. ഇതായിരിക്കാം ഭീഷണിയുടെ കാരണമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. ദിലീപ് നായകനായി കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയ സിനിമയ്ക്കെതിരെയും ഭാഗ്യലക്ഷ്മി രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. പണമിറക്കിയിട്ടും PR വർക്ക് നടത്തിയിട്ടും ദിലീപ് സിനിമകളെ രക്ഷപ്പെടുത്താനായില്ലല്ലോ എന്ന ചോദ്യം ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു ഭാഗ്യലക്ഷ്മി സിനിമയ്ക്കെതിരെ പ്രതികരിച്ചത്. ജനങ്ങൾ അവൾക്കൊപ്പം നിൽക്കുന്നത് നടിയായതുകൊണ്ടല്ല, സ്ത്രീ ആയതിനാലാണ്. അവർക്ക് സംഭവിച്ചത് മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കാതിരിക്കാനാണെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു.